ശരിക്കും കോവിഡ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ആൾക്കാർക്കുള്ള നോട്ടീസ് ഇരിക്കുന്നേ ഉള്ളൂ. വെയിറ്റിംഗ് ആണ്. അടിപൊളി. ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ 50 ലക്ഷത്തിന് 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ്, അതായത് ഇപ്പോൾ ലോസ് ആണെങ്കിൽ പോലും ഫയൽ ചെയ്താലുള്ള ഒരു ഗുണം അതാണ്. ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ 50,000 രൂപ DCS പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവരിത് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് തിരിച്ചു കിട്ടും. ഇത് പല ആളുകൾക്കും ഇത് അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് ടാക്സ് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപ ചിലപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ചിലപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ 10 പൈസ പോലും ടാക്സ് അടയ്ക്കാതെ പൊടിയും തട്ടി ആൾക്ക് പോകാൻ വേണമെങ്കിൽ ഒപ്പിച്ചെടുക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരും എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ടാക്സ് ഫയലിംഗ് അല്ലെങ്കിൽ ITR ഫയലിംഗ് എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. നിങ്ങൾ ഇതുവരെയും കഴിഞ്ഞ വർഷത്തെ ITR ഫയൽ ചെയ്തില്ലേ? ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് എന്നോടുകൂടെ പോഡ്കാസ്റ്റിലുള്ളത് സുബിൻ VR ആണ്. അദ്ദേഹം ഒരു ക്വാളിഫൈഡ് CA ആണ്. ITR ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ട്സും നമ്മൾ ഇന്ന് ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോവാണ്. വെൽക്കം. താങ്ക് യു സുനിൽ. ഓക്കെ, ഞങ്ങൾ ട്രേഡേഴ്സ് പലരും കൃത്യമായിട്ട് ഗവൺമെൻറ് ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷം ഇന്ത്യയിൽ മൊത്തത്തിൽ ഒത്തിരി പുതിയ ട്രേഡേഴ്സ് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവർ പലരും ടാക്സിനെ കുറിച്ച് അവെയർ പോലും അല്ല. ടാക്സ് ഫയൽ ചെയ്യണമെന്നോ എന്താ ITR എന്ന് പോലും അറിയില്ല. കാരണം യങ്സ്റ്റേഴ്സാണ് പലരും. ഇതൊന്നും പാൻ കാർഡ് പോലും എടുത്തത് ഒരു പക്ഷേ ചിലപ്പോൾ ട്രേഡിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസ് ആയിട്ടൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാമോ? അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു റിട്ടേൺ അല്ല നമുക്ക് വരുന്നത്. നമുക്ക് സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ ITR 1 എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മൾ സാലറീഡ് ആയിട്ടുള്ള ഒരാൾ, ആ റിട്ടേൺ ആയിരിക്കും വരുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐദർ നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻ വരും. അതായത് ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിങ് ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി 2 ലക്ഷം രൂപയ്ക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ലാഭം. അത് തന്നെ. അതായത് അതിനെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറയാം. നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് നമ്മൾ ഇൻകം ടാക്സിൽ അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെയാണ് പറയാം. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITR 2 എന്നുള്ളൊരു ഫോമിലാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ഒരാൾ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ITR 3 എന്നുള്ളൊരു ഫോമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും കോൺസിക്വൻസ്? അതായിരിക്കും എല്ലാവർക്കും അറിയേണ്ടത്. ഇതിലെന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും നേരത്തെ സുനിൽ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം കുറേ ആളുകളാണ് എന്തായി ട്രേഡിങ്ങിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ പലരും ട്രേഡൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും പണ്ട് ഒരു സാലറീഡ് ആയിട്ടായിരുന്ന സമയത്ത് ITR 1 തന്നെയാണ് പല ആളുകളും ഫയൽ ചെയ്ത് പോകുന്നത്. ഇതിലെന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ഒരു ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിച്ചു, എത്ര രൂപയ്ക്ക് കൊടുത്തു, നിങ്ങൾ ട്രേഡ് ചെയ്തോ, ഈ എല്ലാ കാര്യവും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇതൊക്കെ ആരോ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ടെന്നല്ലേ? എല്ലാം നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്കൊരു 4 സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ അതിൽ ഒരേ അക്കൗണ്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ കാലങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 2000 രൂപ ബാലൻസ് ഉണ്ടാവുള്ളൂ. അതിൽ 15 രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 15 രൂപ ഇൻട്രസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് വരെ നമ്മളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി 15 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം. അപ്പോൾ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊക്കെ ചിന്തിക്കണേക്കാട്ടും 4 ഇരട്ടി സ്പീഡിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ അത് 8ൻ്റെ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ നല്ല. ഞാൻ ഇവിടെ ഇതിപ്പോൾ ലാഭമുള്ള ആൾക്കാർ, ഇപ്പോൾ നഷ്ടമുള്ള ആൾക്കാർ ഇപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന നഷ്ടമുള്ള ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ലാഭമുള്ള ആൾക്കാർ മാത്രം ചെയ്യേണ്ട പരിപാടിയല്ല, എനിക്ക് എല്ലാ വർഷവും നഷ്ടമാണ്, ഞാനിത് ചെയ്യണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ 2 മാറ്റർ ഉള്ളതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹ്യൂജ് വോളിയാണ്. നമുക്കറിയാമല്ലോ, ഒരു 5 ലക്ഷം രൂപയൊക്കെ വെച്ച് കോടികളുടെ ബിസിനസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവസാനം നമ്മളുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാളൊരു 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരു ട്രാൻസാക്ഷൻ നടത്തി, ജനറലായിട്ടൊരു ട്രാൻസാക്ഷൻ നടത്തിയെന്നായിരിക്കും, ഒരു 10 lakhs ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്യാപ്പ് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ FD ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഷെയർസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാഭമായാലും നഷ്ടമായാലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് നോട്ടീസ് വരും.
അപ്പോൾ നോട്ടീസ് വരുന്നുള്ളതാണ് ഇതിലൊരു മാറ്റർ. നമ്മളത് കാരണം എത്ര കൊല്ലം വരെ പഴയ നോട്ടീസൊക്കെ വരാൻ സാധ്യതയുണ്ട്? നോർമലി ഡിപ്പാർട്ട്മെൻറ്റിന് 10 വർഷം വരെ പോവാം. 10 ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പത്തെ, അതായത് അപ് ടു 10 ഇയേഴ്സ് ബാക്ക് വരെ പോവാം. പക്ഷേ നോർമലി സാധാരണ കേസിൽ അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെയാണ് 10 ഇയേഴ്സ് ബാക്കിലേക്ക് പോകാറുള്ളൂ. ബാക്കി കേസുകളിൽ ഒരു 3-4 ഇയേഴ്സ് വരെയൊക്കെയുള്ള നോട്ടീസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ 2019-20 അല്ലെങ്കിൽ ആ കോവിഡിൻ്റെ പീരീഡൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്തെ നോട്ടീസുകളൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ വന്നത്. അപ്പോൾ ശരിക്കും കോവിഡ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ആൾക്കാർക്കുള്ള നോട്ടീസ് ഇരിക്കുന്നേ ഉള്ളൂ, വെയിറ്റിംഗ് ആണെന്നാണ്. വെയിറ്റിംഗ് ആണ്, ഇറ്റ്സ് ഇൻ ക്യൂ. അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15%. അതായത് സ്റ്റോക്ക് വാങ്ങി 3 വർഷത്തിനുള്ളിൽ, 3 വർഷമല്ല, അതായത് ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം 1 ഇയർ ആണ്. ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ 1 ഇയറിൽ താഴെയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആണ്. 1 ഇയറിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ആണ്. അത് 15%. ഷോർട്ട് ടൈം 15%. മ്യൂച്വൽ ഫണ്ടിൽ ഇത് തന്നെയാണ് വരുന്നത്. മ്യൂച്വൽ ഫണ്ടും ഷെയർസും തമ്മിൽ ടാക്സേഷൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. ഈ ഹോൾഡിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം, മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ ലോങ് ടൈം. അപ്പോൾ അത് 15%. 1 ഇയറിൽ കൂടുതലാണെങ്കിൽ കിട്ടുന്ന ലാഭത്തിന്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10%. മ്യൂച്വൽ ഫണ്ടിലും അങ്ങനെ തന്നെ സെയിം. അപ്പോൾ അതിലെന്തോ 1 ലാഖിന്റെ സ്ലാബ്. അതായത് ഇപ്പോൾ ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ലോങ് ടൈമിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ലാഖ് വരെ എക്സംഷൻ ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ 1 ലാഖ് എല്ലാവർക്കും ഉണ്ട്. NRI ആണെന്നുണ്ടെങ്കിലും ഉണ്ട്, ഒരു സാധാരണ റെസിഡന്റ് ആണെങ്കിലും ഉണ്ട്. ഓക്കെ, അത് തന്നെ. ഇത് NROസിനും NRIസിനും ഒക്കെ സെയിമബിൾ ആണ്. ഓക്കെ, ടാക്സ് റേറ്റും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്ന ആൾക്കാരുടെ കാറ്റഗറി കഴിഞ്ഞു. പോഡ്കാസ്റ്റ് കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പറൊക്കെ വെയിറ്റിംഗ് ആണ്. കൃത്യമായിട്ട് ITR ഫയൽ ചെയ്യുക. ഇപ്പോൾ ഇതുവരെയും ചെയ്തില്ല, ഇപ്പോൾ ഈ തവണ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ഈ വർഷം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2023 ഫിനാൻഷ്യൽ ഇയറിലെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പഴയത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാത്തത് പഴയത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ ഉണ്ടല്ലോ, അതുവരെ. ഇപ്പോൾ ലാസ്റ്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള 2 വർഷത്തെ റിട്ടേൺ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 22-ഉം 21-ഉം 21, 22, 23 കൂടിയും ചെയ്യാം. 23, 24 നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ അതിന് മുമ്പത്തെ 2 വർഷത്തിൽ കൂടി നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൽ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ടാക്സ് അടയ്ക്കാനായിട്ട് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ ഇപ്പോൾ NRIs ഒക്കെ ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ചില കേസിലൊക്കെ ചിലപ്പോൾ അവർക്ക് റീഫണ്ട് ഉണ്ടായിരിക്കും. പക്ഷേ ആ പഴയ റീഫണ്ടൊന്നും ഇപ്പോൾ ചെയ്തിട്ട് നടപടിയാവില്ല. അതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യണം. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ ലോസ് ആയ ആൾക്കാരാണ് അവരെന്തിനാണ് ഫയൽ ചെയ്യുന്നുള്ളത്. അതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രേഡർ ആണെന്ന് വിചാരിക്കും, നല്ല മുടിഞ്ഞ ലോസ് ആണെന്ന് വിചാരിക്കും, 50 ലക്ഷം രൂപ ഒരാൾക്ക് ലോസായി കഴിഞ്ഞ വർഷം. അപ്പോൾ ആൾ വിചാരിക്കുകയാണെങ്കിൽ എന്തിനു ഫയൽ ചെയ്യണമെന്ന്, എനിക്ക് അല്ലെങ്കിലേ നഷ്ടമാണ്, കൊടുക്കണ്ട എന്നാണ് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുക. പക്ഷേ ആൾ ട്രേഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇനി അടുത്ത വർഷം ചിലപ്പോൾ ആൾക്ക് 50 ലക്ഷം രൂപ ലാഭം ഉണ്ടായി എന്ന് വിചാരിക്കും. അപ്പോൾ കൃത്യസമയത്ത് ഇത് ഫയൽ ചെയ്തിട്ടെങ്കിലേ ആ ലോസ്, അതായത് -50 ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വർഷം ആ +50 ഉണ്ടല്ലോ, അത് നമ്മൾ ഫയൽ ചെയ്തിരുന്നെങ്കിൽ അതൊരു 0 ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. കഴിഞ്ഞ വർഷത്തെ നഷ്ടവും ഈ വർഷത്തെ ലാഭവും തമ്മിൽ മൈനസ് ചെയ്ത് ഈ വർഷം ലാഭമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, സീറോ ടാക്സ് അടച്ചാൽ മതി. അതിൽ 0 ടാക്സ് ആയിട്ട് വരും. ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ 50 ലക്ഷത്തിന് 30% ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ്, അതായത് ഇപ്പോൾ ലോസ് ആണെങ്കിൽ പോലും ഫയൽ ചെയ്താലുള്ളൊരു ഗുണം അതാണ്. ഇങ്ങനെ നമുക്ക് അടുത്ത 8 വർഷത്തേക്ക് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും ലോസ്. ആ നിയമമാണ് മാറ്റാൻ പോകണു എന്നുള്ളൊരു കിംവദന്തി എവിടെയൊക്കെയോ കേൾക്കുന്നത്. ഇങ്ങനെ തന്നെ പോട്ടെ അല്ലേ. ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർ അതൊരു ബിസിനസ്സിംഗ് ആണ്. Form 3 കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. എനിക്ക് തോന്നുന്നേ പല ആൾക്കാരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്നറിയാം, എവിടെയെങ്കിലുമൊക്കെ ഫയൽ ചെയ്യാൻ കൊടുത്തിട്ട് ഇത് കൃത്യമല്ലാതെയൊക്കെ ഫയൽ ചെയ്ത ആൾക്കാരുണ്ട്. ഓപ്ഷൻസൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് Form 3 ഒന്നും അല്ല ചെയ്തത്, പഴയ രീതിയിൽ തന്നെയൊക്കെയാണ് ചെയ്തത്. റോങ് ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്തു, ഇതൊക്കെ ചെയ്ത് പോയി. ഓക്കെ, ഇനിയും പേപ്പറൊന്നും വന്നിട്ടുമില്ല. വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ പറ്റുമോ? അത് അല്ല, അതിൽ ഒരു മാറ്റർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പഴയ റിട്ടേണുകളാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്കതിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഫയൽ ചെയ്തെന്ന് വിചാരിക്കും, നമ്മൾ അബദ്ധവശാൽ നമ്മൾ തെറ്റി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ഫയൽ ചെയ്തു, തെറ്റി ഫയൽ ചെയ്തു, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് December 31 വരെ നമുക്ക് അത് റിവൈസ് ചെയ്യാം. അത് December 31 വരെ കൃത്യമായിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അത് റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യാം, നമുക്ക് പ്രോബ്ലം ഇല്ല. അതൊക്കെ തിരുത്തി കറക്റ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പം വലിയ കാര്യമായിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മളിങ്ങനെ ഇൻകം ടാക്സ് പേപ്പർ വരുന്നു എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഇൻ കേസ് ഇനിയിപ്പോൾ 2021 പേപ്പേഴ്സാണ് വരുന്നതെങ്കിൽ പല
ട്രേഡേഴ്സിനും ഈ പേപ്പേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ പേടിക്കണോ? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് പോലെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മളുടെ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് തന്നെയുണ്ടല്ലോ. ബ്രോക്കറുടെ കയ്യിൽ നിന്ന് നമുക്കത് അവൈലബിൾ ആണ് എല്ലാതും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ എപ്പോഴായാലും നമുക്കത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പേടിക്കേണ്ട കാര്യം ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ വലിയൊരു ട്രാൻസാക്ഷനൊക്കെ നടത്തി ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചിലപ്പോൾ വലിയൊരു ടേൺ ഓവറാണ് കാണിക്കുന്നത്. നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാണുന്നത് ഇയാൾ 10 കോടിയുടെ ടേൺ ഓവർ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. എന്നിട്ടും ഫയൽ ചെയ്യാതാവുമ്പോൾ ചിലപ്പോൾ നോട്ടീസ് അയക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു റെസ്പോൺസ് കൊടുത്ത് അങ്ങനെ നിൽക്കുക. അതായത് നമ്മൾ ഇൻകം ടാക്സ് വരുന്ന നോട്ടീസുകൾ നമ്മൾ അങ്ങനെ ഒരു കാഷ്വലായിട്ട് കാണാനായിട്ട് പാടില്ല. അവർ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് നമുക്ക് നോട്ടീസ് അയക്കുന്നത്, വെറുതെ അയക്കുന്നതല്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കുക. റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ തന്നെ ചെയ്യാം. നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഡൗട്ട്സ് കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ട് വിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ടേൺ ഓവർ ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപയുടെ ഫ്യൂച്ചർ മേടിച്ചു, അത് വിറ്റു, അപ്പോൾ തന്നെ 20 ലക്ഷം രൂപ ടേൺ ഓവറായി. ഇങ്ങനെ ഒരു 30 ദിവസം ചെയ്താൽ തന്നെ കോടികളുടെ ടേൺ ഓവറായി. ഓപ്ഷൻസ് ഇല്ലെങ്കിലും ഇതേ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ടേൺ ഓവർ കൂടിയതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇപ്പോൾ ലാഭം അദ്ദേഹത്തിന് 2 ലക്ഷം ഉള്ളൂ, പക്ഷേ ടേൺ ഓവർ 20 കോടി രൂപയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടോ? എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ്, അയ്യോ എൻ്റെ ടേൺ ഓവർ ഭയങ്കര കൂടുതലാണ്, ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ളൊരു കാര്യമൊന്ന്. നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിനെ നമ്മൾ ഈ ടേൺ ഓവർ കാണുന്നത് വേറൊരു രീതിയിലാണ്. നമ്മൾ ഇത് ടേൺ ഓവർ കാണുന്നത്, അതായത് 10 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു ട്രേഡ് നടത്തുകയാണ്. എന്നിട്ട് നമ്മൾ 10,50,000 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ 50,000 രൂപ നമുക്കവിടെ ലാഭമുണ്ട്. ഇനി അടുത്ത ട്രേഡ് എടുക്കുന്നത് 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എടുത്തു, പക്ഷേ നമ്മൾ 9,50,000 രൂപയ്ക്കാണ് നമ്മൾ അത് എക്സിറ്റ് ആവുന്നത്. അതായത് 50,000 രൂപയുടെ ലോസാണ് വരുന്നത്. നമ്മൾ ടേൺ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ വരെ അടുത്ത് വരും. പക്ഷേ ഇൻകം ടാക്സ് ആംഗിളിൽ ഇതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് വെറും 1 ലക്ഷം രൂപയാണ്. അതായത് നമ്മൾ ആ പ്രോഫിറ്റ് ഓർ ലോസ് ഫിഗറുകളില്ലേ അതിനെ അബ്സല്യൂട്ടായിട്ട് എടുക്കുകയാണ്. അതായത് 50,000 രൂപ അത് പ്ലസ് ഓർ മൈനസ് സൈൻ ഇല്ലാതെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ് നമ്മുടെ ടേൺ ഓവർ. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേൺ ഓവർ ശരിക്കും ഈ ഇൻകം ടാക്സ് ഫയലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കാണുന്നത്. പക്ഷേ പല ആളുകളും ചിലപ്പോൾ ഇതൊന്നും അറിയാതെ ഈ 20 ലക്ഷം അങ്ങനെ കൂട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോടികൾ വരും ചിലപ്പോൾ. അപ്പോൾ ഈ കോടികളൊക്കെ ഇട്ട് പണി അറിയാവുന്ന ഒരാളെ തന്നെ ഈ പണി കൃത്യമായിട്ട് ചെയ്യുള്ളൂ. അത് കറക്റ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പല ആളുകൾക്ക് നോട്ടീസ് വരുന്നത് ഇത് കാരണമാണ്. കാരണം ഇവർ ഈ ബൈ വാല്യൂ സെൽ വാല്യൂ കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടികളാണ് കിടക്കുക. 20 കോടി 50 കോടിയൊക്കെയാണ് ചിലപ്പോൾ ടേൺ ഓവറിന് പകരം അവിടെ ഇടുക. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 കോടി ഫിഗർ കടന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന് നോട്ടീസ് വരും. അതായത് ടേൺ ഓവർ 10 കോടി കടന്നാൽ നമുക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് വരും. ആക്ച്വലി ഇവർക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ആംഗിളിലാണ് നമ്മൾ ടേൺ ഓവർ എടുത്തേക്കിടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു മാറ്റർ. അപ്പോൾ ഈ ടേൺ ഓവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം. ഇത് എന്താണ് ഈ ടേൺ ഓവർ, എങ്ങനെയാണ് ഇൻകം ടാക്സ് പർപ്പസിന് ടേൺ ഓവർ കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാണുന്നത് എന്നുള്ളത്. ഇനി അടുത്ത മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ടേൺ ഓവർ കണ്ടുപിടിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ബൈ വാല്യൂ സെൽ വാല്യൂ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബൈ വാല്യൂ സെൽ വാല്യൂവിൻ്റെ ഒരു ടോട്ടൽ ഫിഗർ ഉണ്ടല്ലോ, അതും ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും വലിയൊരു ഹ്യൂജ് വോളിയത്തിൽ ഒരാൾ ട്രേഡ് ചെയ്തിട്ടേ എന്നിട്ട് വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അത് ഒന്ന് വാച്ച് ചെയ്തിട്ട് മിക്കവാറും നോട്ടീസ് അയക്കും. അതായത് ഇവ നന്നാവോന്നൊന്ന് നോക്കും. അപ്പം നന്നാവോന്നൊന്നും നോക്കിയിട്ട് നന്നാവണില്ല, അതായത് അതിന് സമയം കൊടുക്കും. നമ്മൾ ജൂലൈ 31 കഴിഞ്ഞാലും ഫയൽ ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോഴും നമുക്ക് സമയമുണ്ട്, നമുക്ക് ഡിസംബർ 31 വരെയൊക്കെ വേണമെങ്കിൽ പോവാം. എന്നിട്ടും ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള സമയം ഇതുപോലെയുള്ള നോട്ടീസുകളുടെ സമയമാണ്. പക്ഷേ അപ്പോഴേക്കും നമുക്ക് അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താലേ നമുക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ജൂലൈ 31 ആണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഇൻഡിവിജ്വൽസിന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ ജൂലൈ 31 ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 50 ലക്ഷം രൂപയുടെ ലോസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടില്ല. അതായത് നമ്മൾ ഫയൽ ചെയ്തു, പക്ഷേ ഫയൽ ചെയ്താൽ പോലും നമുക്ക് ക്യാരി ഫോർവേഡ് കിട്ടില്ല, കാരണം ലേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ റിട്ടേൺ ഈ ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകൾ ലോസാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ സ്വിംഗ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നായിരിക്കും. ലോങ് ടൈമിലൊക്കെ ലോസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും ഇത് കൃത്യസമയത്ത് ഫയൽ ചെയ്തിട്ടാൽ മതി, വേറെ വിഷയമൊന്നുമില്ല.
ഓക്കെ. ഈ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേസ് ടാക്സ് ഭയങ്കരമായിട്ട് ടാക്സ് വരാണ്. ടാക്സ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് ടാക്സ് എങ്ങനെ കൊടുക്കാൻ പറ്റും? എങ്ങനെ അതിനെന്ത് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ളൊരു ആംഗിളിലുണ്ടല്ലോ, ആ ഒരു ആംഗിളിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവിടെ ഒരു ടാക്സ് പ്ലാനിങ്ങിന് സ്കോപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 2 കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ഭയങ്കര കുറവാണ്. അതായത് ഇപ്പോൾ ലോങ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ 10% ഉള്ളൂ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ 15% ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ കുറേ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഴയ റെജീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ LIC അല്ലെങ്കിൽ പിള്ളേരുടെ ട്യൂഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഡിഡക്ഷൻസ് ഒന്നും ഇതിൻ്റെ അടുത്ത് നമ്മുടെ ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ അടുത്ത് നടക്കില്ല. അത് വരുന്നു ലാഭത്തിൻ്റെ 10% കൊടുക്കുന്നു, അടയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡിഡക്ഷൻസും പറ്റില്ല, ഇതിന് അഗെയിൻസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ വാങ്ങിയ വില എത്ര, വിറ്റ വില എത്ര, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ടല്ലോ അത് മാത്രമേ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ, ബ്രോക്കറേജോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഒരു സ്കോപ്പ് ഉള്ളത് അപ്പുറത്തെ സൈഡിലാണ്. അതായത് ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇൻട്രാഡേ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് തന്നെ പറയാം ടാക്സ് കുറയ്ക്കാനായിട്ട്. കാരണം അത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത് ആ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരുടെ ഉള്ളൊരു സ്കോപ്പ് ഉണ്ടല്ലോ, ബിസിനസ്സുകാർക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നത് പോലെ തന്നെ അവിടെ വലിയൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും ടാക്സ് കറക്റ്റായിട്ട്, അതായത് ഒരു ടാക്സ് പ്ലാനിങ് എന്ന് പറയാം, നേരത്തെ പറഞ്ഞ ടാക്സ് നിയമപരമായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപ ചിലപ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിലൊക്കെ ചിലപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ 10 പൈസ പോലും ടാക്സ് അടയ്ക്കാതെ പൊടിയും തട്ടി ആൾക്ക് പോകാൻ വേണമെങ്കിൽ, പക്ഷേ ആ പരിപാടി അപ്പുറത്ത് നടക്കില്ല. അതായത് ക്യാപിറ്റൽ ഗെയിനിൽ നടക്കില്ല. എനിക്ക് ഒരു 40 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്, ഞാനൊരു കാറ് വാങ്ങിയാൽ അതിൻ്റെ EMI എനിക്ക് ചിലവായിട്ട് ഇടാൻ പറ്റുമോ? ഒരു ഡയറക്റ്റായിട്ട് അങ്ങനെ ഇടാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു ട്രേഡറാണ്, നമ്മൾക്ക് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് സെമിനാർസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. നമ്മൾ ആ കാറ് നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ബാംഗ്ലൂർ നമുക്കൊരു സെമിനാറുണ്ട്, നമ്മൾ ആ ഒരു സെമിനാറിന് നമ്മുടെ കാറിലാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു പർപ്പസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർ നമ്മളൊരു പേഴ്സണൽ പർപ്പസിനും ബിസിനസ് പർപ്പസിനും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പർപ്പസിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഡീസൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് വാങ്ങുന്നു, ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 90% ഇപ്പോൾ ട്രേഡിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വർഷം മുതൽ ഫയൽ ചെയ്യുമ്പോൾ സുബിൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്യാൻ അറിയാവുന്ന നല്ല CA കാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞു തരികയും നമുക്ക് മാക്സിമം ടാക്സ് ലാഭം കുറച്ച് കിട്ടുകയൊക്കെ ചെയ്യും. സുബിൻ ഇങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്ലയൻസ് ഉണ്ടോ? നമ്മൾ ഈ ഒരു ഏരിയയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ITR ഫയലിംഗ് ആണ് നമ്മളൊരു സ്പെഷ്യലൈസ്. അങ്ങനത്തെ ആളുകൾ കുറവാണെന്ന് തോന്നുന്നു, വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനൊക്കെ പിന്നെയും കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് വരുമ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊരു പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ടേൺ ഓവറിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പല ആളുകൾക്കും ചിലപ്പോൾ അത് അത്ര അപ്ഡേറ്റഡ് ആയിരിക്കില്ല. ഇനി എല്ലാ ഇപ്പോൾ കൂടുതൽ പോപ്പുലേഷൻ ട്രേഡിങ്ങിലോട്ട് വന്നതുകൊണ്ട് ഈ വർഷമൊക്കെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ക്ലയൻസ് ആയിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇൻകം ടാക്സിലെ. അപ്പോൾ അതെടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഐറ്റം ഇൻട്രസ്റ്റ് ഇൻകം ആണ്. കാരണം എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഇൻകം കയറി, അല്ലെങ്കിൽ ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കാണിക്കും അതിൽ. അടുത്ത ഏറ്റവും മോസ്റ്റ് കോമൺ ഐറ്റം എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റീസ്, അതായത് നമ്മുടെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ ട്രേഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ട്രേഡിംഗ് ഇല്ലാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. ശരിക്കും ഒന്നല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഇക്വിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ FNO ഉണ്ടായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം എല്ലാവരും ഈ ട്രേഡിംഗ് ഇങ്ങനത്തെ ഫീൽഡുകളിലാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം ക്രിപ്റ്റോ ആണ്. യങ്സ്റ്റേഴ്സൊക്കെ ക്രിപ്റ്റോയിലോട്ട് ഇങ്ങനെ ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ലാഭം കിട്ടിയ ആൾക്കാരുണ്ട്, നഷ്ടം വന്നവരൊക്കെ ഉണ്ട്. ഈ ക്രിപ്റ്റോ ടാക്സിൽ എങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ക്രിപ്റ്റോ കുറച്ച് നാൾ മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു 2 years മുമ്പാണ് ക്രിപ്റ്റോനൊന്ന് ടാക്സേഷൻ്റെ ആംഗിളിലൊന്ന് റെഗുലറൈസ് ചെയ്തത്. അതിന് മുമ്പ് ക്രിപ്റ്റോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരു തോന്നിയ പോലെയാണ് ഇൻകം ടാക്സ് റിട്ടേണൊക്കെ ഫയൽ ചെയ്യുക. അതായത് ചിലപ്പോൾ അവർ ബിസിനസ് ഇൻകം ആയിട്ട് കാണിക്കും, ചിലപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണിക്കും, ചിലപ്പോൾ അതർ സോഴ്സിൽ കാണിക്കും. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോനെ സംബന്ധിച്ചിടത്തോളം ക്രിപ്റ്റോയുടെ ടാക്സ് എന്ന് പറയുന്നത് 30% ആണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് ആ ഒരു ആംഗിളിൽ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ലോസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സ്പെക്കുലേഷൻ ഇൻകായിട്ടാണ് കാണാം. നമ്മുടെ സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ, അത് നമുക്ക് 4 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ക്രിപ്റ്റോനെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടികളൊന്നും നടക്കില്ല. അതായത് ക്രിപ്റ്റോയിൽ പ്രോഫിറ്റ് ഉണ്ടോ നിങ്ങൾ ടാക്സ് അടയ്ക്കാം, ഇനി ലോസ് ഉണ്ടോ ക്യാരി ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതാണ് ക്രിപ്റ്റോൻ്റെ ടാക്സേഷനിലേക്ക് ഒരു മാറ്റർ വരുന്നത്. ക്രിപ്റ്റോയിൽ വരുന്ന TDS എന്ന് വെച്ച് കഴിഞ്ഞാൽ TDS ആക്ച്വലി പിടിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അതായത് ക്രിപ്റ്റോ ചെയ്യുന്ന ആളുകളെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 194(s) TDS വരും. 1% TDS ഉള്ളൂ. അപ്പോൾ 1% TDS വരുമ്പോൾ ഇനി നമുക്കത് തീർച്ചയായിട്ടും അത് കാണിക്കേണ്ടതായിട്ട് വരും. നമുക്കത് വിട്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ശരിക്കും പറയുക കഴിഞ്ഞാൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ക്രിപ്റ്റോൻ്റെ TDS വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റോക്കിലൊക്കെ ഉള്ള പോലെ ഇപ്പോൾ NRIസിൻ്റെ കേസിലൊക്കെ ചിലപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്ത് ചിലപ്പോൾ TDS നമുക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ ക്രിപ്റ്റോ ചെയ്യുന്ന ആളുകൾ ആ 1% റീഫണ്ട് കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാം, ലോസ് ആണെങ്കിൽ ഈ ക്രിപ്റ്റോയിൽ ഇപ്പോൾ ക്രിപ്റ്റോ വാങ്ങി വിൽക്കൂ, അത് ഈ കാറ്റഗറിയിൽ ക്രിപ്റ്റോൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അവിടെ ശരിക്കും ഇത് ക്രിപ്റ്റോൻ്റെ ടാക്സിൽ വരുമോ? അത് തന്നെ. അതായത് ക്രിപ്റ്റോ ഫ്യൂച്ചർ ഓപ്ഷനോ അല്ലെങ്കിൽ സാധാരണ ട്രേഡിങ്ങോ എന്തായാലും ഈ ഒരു ടാക്സേഷൻ 30% തന്നെ. അതിനങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറൈസേഷനൊന്നുമില്ല. അതായത് അത് ലോങ് ടൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ, ഇപ്പുറത്തെ സൈഡിൽ ബിസിനസ് എന്നുള്ളൊരു കാറ്റഗറി ഇല്ല. അതായത് എല്ലാത്തിനും 30% ആണ്, 30% ടാക്സ് റേറ്റ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ITR ഫയൽ ചെയ്താൽ TDS കിട്ടുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ KSFയിൽ ചിട്ടി കിട്ടിയാൽ പോലും TDS പിടിക്കുന്നുണ്ട് ഒരാൾക്ക്. ഇപ്പോൾ എനിക്ക് KSF ചിട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ TDS പിടിച്ചു. ആ TDS എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ITR ഫയൽ ചെയ്യണം. ഒരു ചിട്ടിയുള്ള ആൾ പോലും കൃത്യമായിട്ട് ITR ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ്. അപ്പോൾ ഈ പല ആളുകളും ITR ഫയൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ TDS കിട്ടാൻ വേണ്ടി എന്തൊക്കെ സ്പെഷ്യലായിട്ട് വെറുതെ ഫയൽ ചെയ്യുകയല്ല, TDSന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ TDS തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് TDSൻ്റെ കേസിൽ TDS എപ്പോഴാണ് റീഫണ്ടായിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ല എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാക്സ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് 50,000 രൂപ TDS പിടിച്ചിട്ടുണ്ട്, പക്ഷേ ആൾക്ക് ടാക്സ് അടയ്ക്കാനൊന്നുമില്ല. ആ സിറ്റുവേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് ആ പൈസ ആൾക്ക് തിരിച്ചു കൊടുക്കണം. ഇത് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യണ്ടേ? ഫയൽ ചെയ്താലേ തിരിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഫയൽ ചെയ്യുക, കൃത്യമായിട്ട് തിരിച്ച് കിട്ടും. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പൈസ തിരിച്ച് കിട്ടും. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ NRI ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ NRIസിന് PAS അക്കൗണ്ട് വഴിയൊക്കെയാണ് പലരും ട്രേഡ് ചെയ്യുന്നത്. NRIസിന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പെർമിഷൻ ഉണ്ട്. അത് മാത്രമല്ല NRIസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ചിലപ്പോൾ TDS ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 50 lakhs കഴിഞ്ഞ വർഷം ലോസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ ആളുടെ ലോസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ വർഷം 50 lakhs പ്രോഫിറ്റാണ്. എന്താ സംഭവിക്കുക? അത് ലോങ് ടൈം ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ 7.5 ലക്ഷം രൂപ അയാൾക്ക് TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫയൽ ചെയ്തു എന്ന് വിചാരിക്കും, കൃത്യമായിട്ട് കഴിഞ്ഞ വർഷം ഫയൽ ചെയ്തു, ഈ വർഷം ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 7.5 ലക്ഷം രൂപയും അയാൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് ഫയൽ ചെയ്താലേ തിരിച്ചു കിട്ടുകയുള്ളൂ പൈസ. അപ്പോൾ ഫയൽ ചെയ്യാതെ പല ആളുകളുടെയും TDS ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഇതിൽ വേറൊരു തമാശ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല NRIസിൻ്റെ കേസിൽ ചിലപ്പോൾ ഇവൻ ട്രേഡിംഗ് ഒക്കെ പോട്ടെ, ഇപ്പോൾ പലരും ചിലപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് ഫോർച്യൂണറോ ബെൻസോ ഒക്കെ വാങ്ങിച്ച്, അപ്പോൾ നമ്മൾ കാർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു TCS എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. 1% ആണത്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ നാട്ടിൽ യാതൊരു വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ 50,000 രൂപ TCS പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവരിത് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് തിരിച്ചു കിട്ടും. ഇത് പല ആളുകൾക്കും ഇത് അറിയില്ല. ഇവരിത് ഫയൽ ചെയ്യില്ല, ഇവർ വിചാരിക്കുന്നത് കാറിൻ്റെ കോസ്റ്റാണ് അത് എന്നാണ് വിചാരിക്കുന്നത്. ഒരു 50,000 തിരിച്ചു കിട്ടും ആ കേസിൽ. ടാക്സിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ITR ഫയൽ ചെയ്യുക. ജൂലൈ 31 ഈ വർഷത്തെ ജൂലൈ 31 കൃത്യമായിട്ട് ചെയ്യാം. എനിക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, അടുത്ത 2 ആഴ്ചക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കുക. കൃത്യമായിട്ട് ടാക്സ് എല്ലാം അടയ്ക്കുക, ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ ട്രേഡ് ടോക്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒറ്റയ്ക്ക് ചെയ്ത് ഒത്തിരി തെറ്റ് വരുത്താതിരിക്കുക. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ടാക്സ് കൺസൾട്ടൻസും ഈവൻ ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസും പോലും ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ വരുമ്പോഴേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം ആരും അത്ര ഇങ്ങോട്ട് അപ്ഡേറ്റഡ് ആയിരിക്കില്ല. നമുക്കിപ്പോൾ സാധാരണ സാലറി റിട്ടേൺ ചെയ്യണ പോലെയല്ല, ITR 1 പോലെയല്ല ITR 2 അല്ലെങ്കിൽ 3 ചെയ്യുന്നത്. 3 ചെയ്യണതിൻ്റെ മാത്രമല്ല
ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ടേൺ ഓവർ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനെയുള്ള കുറേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയിട്ട് വളരെ ധാരണയുള്ള ആളുകളുടെ അടുത്ത് തന്നെ എത്തിയാലേ കൃത്യമായിട്ട് ടാക്സ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ടാക്സ് കുറച്ച് കൊടുത്ത് അത് മാനേജ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടത്തുള്ളൂ എന്ന്, റൈറ്റ്? അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.